പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് മ്യൂച്വൽ ഫണ്ട്? മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? മ്യൂച്വൽ ഫണ്ടിൽ എന്ത് അഡീഷണൽ ലാഭമാണ് നമുക്ക് സാധാരണ നിലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളേക്കാൾ കൂടുതലായിട്ട് കിട്ടാൻ സാധ്യതയുള്ളത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പലരുടെയും ചോദ്യമായിട്ടുള്ളത്. ഇവിടെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ ഒരുപാട് തരത്തിലുള്ള ഫിനാൻഷ്യൽ വെഹിക്കിൾസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും മനോഹരമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾ മാത്രമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ച പണം ഒരു പ്രൊഫഷണലി ഫണ്ട് മാനേജ് ചെയ്യുന്ന വ്യക്തിയുടെ സഹായത്തോടു കൂടി പല മേഖലകളിൽ, അത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആവാം, ഗോൾഡ് ആവാം, ഷെയർ മാർക്കറ്റ് ആവാം, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാവാം, എങ്ങനെയാണെങ്കിലും പല മേഖലകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലൂടെ പണത്തിനെ വളർത്തി ആ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തികൾക്ക് ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് ആനുപാതികമായി തിരിച്ചു നൽകുന്ന ഒരു പ്രക്രിയയാണ് മ്യൂച്വൽ ഫണ്ടിലൂടെ നടക്കുന്നത്. അതായത് പ്രൊഫഷണലി ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സഹായത്തോടു കൂടി പല മേഖലകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ പണത്തിനെ വളർത്തുന്ന പ്രക്രിയയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് ചുരുക്കം. ഇവിടെ പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പലരും ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമാണ്, ഏത് മേഖലകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എത്ര കാലം ഇൻവെസ്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളും കൂടി ഉണ്ടാവാറുണ്ട്. ഇനി ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3-4 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, എത്ര കാലത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിംഗ് ആയിട്ടാണോ, അതായത് SIP എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണോ, ഇനി അതല്ല നമ്മൾ ലംസമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണോ നമ്മൾ ചെയ്യണത്. നമുക്കിടയ്ക്ക് വെച്ച് കാശ് മേടിക്കേണ്ട, കാശ് പിൻവലിക്കേണ്ട സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ പോലെയുള്ള പ്ലാനുകൾ വല്ലതും ആവശ്യമുണ്ടോ? ഇങ്ങനെ നമ്മുടെ ബേസിക് നീഡ് അറിഞ്ഞ ശേഷമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരിൽ തന്നെ പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഫസ്റ്റ് ഒരു കാറ്റഗറി, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു തരത്തിലും റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്ന് കരുതുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇനി മോഡറേറ്റ് റിസ്ക് എടുക്കാം, എനിക്ക് പണം വളരുകയാണെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇതൊന്നുമല്ല, മാർക്കറ്റ് എന്ന് പറയുന്നത് ഉയർച്ച താഴ്ചകളിലൂടെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വസ്തുതയാണെന്നും അത് ഞാൻ മനസ്സിലാക്കി എനിക്ക് പൂർണ്ണമായും ഷെയർ മാർക്കറ്റിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കുന്ന തരത്തിലുള്ള ലാഭം ഉണ്ടാക്കണം എന്ന് പറയുന്ന ഫുള്ളി റിസ്ക് എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തികൾ, ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുടെ ഒരു കൂട്ടമാണ് നമ്മുടെ സമൂഹം. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ അനുയോജ്യമായ പലതരത്തിലുള്ള ഫണ്ടുകളും മ്യൂച്വൽ ഫണ്ടിൽ അവൈലബിൾ ആണ്. അതിലൊന്നാമത്തെ ഫണ്ടായിട്ട് നമുക്ക് ഡെപ്റ്റ് ഫണ്ടുകൾ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ കടപ്പത്രങ്ങളിലും ഗവൺമെൻറ് സെക്യൂരിറ്റികളിലും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് ഡെപ്റ്റ് ഫണ്ടുകളിൽ ഉണ്ടാവുക. ഈ ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാവുന്ന ബെനിഫിറ്റ് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, റിസ്ക് എന്ന് പറയുന്നത് താരതമ്യേന ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഫണ്ടുകളാണ് ഡെപ്റ്റ് ഫണ്ടിൽ ഉണ്ടാവുക. നമുക്ക് വേണമെങ്കിൽ FD, ബാങ്കിൽ ഉണ്ടാകുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡെപ്റ്റ് ഫണ്ടുകളെ കാണാം. ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഹൈബ്രിഡ് ഫണ്ടുകളാണ്. ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെപ്റ്റ് ഫണ്ടിൻ്റെ ഗുണങ്ങളും കിട്ടും, എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗുണങ്ങളും കിട്ടും. അതായത് ഒരു നിശ്ചിത എമൗണ്ട് ഡെപ്റ്റ് മാർക്കറ്റിലേക്കും ഒരു നിശ്ചിത എമൗണ്ട് നേരത്തെ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലേക്കും മാറ്റിവെക്കുന്ന ഫണ്ടുകളാണ് ആക്ച്വലി ഹൈബ്രിഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. താരതമ്യേന ഈ ഫണ്ടുകൾക്ക് റിസ്ക് കുറവാണ്. കാരണം പ്യുവർലി ഈ പറയുന്ന ഫണ്ടുകളെല്ലാം തന്നെ പോകുന്നത് ഒരിക്കലും ഷെയർ മാർക്കറ്റിലേക്കല്ല. എന്നിരുന്നാൽ പോലും ഈ പറയുന്ന ഫണ്ടുകൾക്ക് ഡെപ്റ്റ് ഫണ്ടുകളുടെ അത്രത്തോളം സുരക്ഷിതത്വം ഉണ്ടാവില്ല. അതൊരു മോഡറേറ്റ് റിസ്ക് ഉള്ള ഫണ്ടുകളാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി മൂന്നാമതൊരു കാറ്റഗറി ഫണ്ടുകളെ പറ്റി പറയാം. ആ മൂന്നാമത്തെ കാറ്റഗറിയുടെ പേര് ഇക്വിറ്റി ഫണ്ട് എന്നാണ്. ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം പൂർണ്ണമായും ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നു. ആ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ച് അതിലൂടെ ഉണ്ടാകുന്ന ലാഭം ഈ പറയുന്ന ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തികൾക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു ഫണ്ടാണ് ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ ഇക്വിറ്റി ഫണ്ടിനെയും വേണമെങ്കിൽ നമുക്ക് പിന്നെയും ഡിവൈഡ് ചെയ്യാം. ഒന്നാമതായിട്ട് ലാർജ് ക്യാപ്പ് ഫണ്ട് എന്ന് വേണേൽ പറയാം. ലാർജ് ക്യാപ്പ് ഫണ്ട് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്താണെന്ന് പറയാം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന എത്ര ഷെയറുകളുണ്ടോ ആ ഷെയറുകളെ ആ കമ്പനിയുടെ ഷെയർ വാല്യൂ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ആ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി, ആ കമ്പനിയുടെ 1 കോടി ഷെയർ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നു എന്ന് കരുതുക.
ആ 1 കോടി ഷെയറിൽ ഓരോ ഷെയറിൻ്റെയും വില 10 രൂപയാണെന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ ആ ദിവസം ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 1 കോടി ഇൻറ്റു 10 എന്ന് പറയുന്നത് 10 കോടി രൂപയായിരിക്കും. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കമ്പനിയുടെ ഷെയർ 11 രൂപയായി എന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ ആ ദിവസം ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 11 ഇൻറ്റു 1 കോടി, അതായത് 11 കോടി രൂപയായിരിക്കും. അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ അന്നത്തെ ഷെയർ വാല്യൂ എന്താണോ ആ ഒരു ഷെയർ വാല്യൂവിനെ ആ കമ്പനിയുടെ നമ്പർ ഓഫ് ഷെയർ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നൊരു ഫിഗറാണ്. ഇനി ആ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ചാണ് നമ്മൾ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നൊക്കെ പറയുന്ന മേഖലകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണത്. അതായത് ഇന്ത്യയിലുള്ള കമ്പനികളിൽ വെച്ചിട്ട് ഒന്നാമത്തത് മുതൽ ആദ്യത്തെ 1 മുതൽ 100 വരെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ. ലാർജ് ക്യാപ്പ് ഫണ്ടുകളുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച 100 കമ്പനികളിലാണ് ആ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളത് എന്ന ഒരു കാരണം കൊണ്ട് തന്നെ ആ ഫണ്ടുകൾ താരതമ്യേന ഷെയർ മാർക്കറ്റിലുള്ള ഏറ്റവും സുരക്ഷിതമായ ഫണ്ടുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഉണ്ടാകുന്നൊരു പോരായ്മ എന്താണെന്ന് വിചാരിക്കുമ്പോൾ ഷെയർ മാർക്കറ്റിൻ്റെയും അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെയും ഒക്കെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഹൈ റിസ്ക് ഈസ് ഈക്വൽ ടു ഹൈ പ്രോഫിറ്റ് എന്നാണ്. റിസ്ക് കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടാൻ സാധ്യതയും റിസ്ക് കുറയുമ്പോൾ പ്രോഫിറ്റ് കുറയാനുള്ളൊരു സാധ്യതയുമാണ് ഷെയർ മാർക്കറ്റിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. സോ ഇതുപോലെ തന്നെ ഈ പറയുന്ന ഹൈ റിസ്ക് കുറഞ്ഞ ഫണ്ടുകൾ, അതായത് റിസ്ക് തീരെ ഇല്ലാത്ത നമ്മുടെ ലാർജ് ക്യാപ്പ് ഫണ്ടുകളുടെ ന്യൂനത എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിന് താരതമ്യേന മറ്റുള്ള ഇക്വിറ്റി ഫണ്ടുകളിൽ നിന്ന് ലാഭസാധ്യതയും കുറച്ച് കുറവായിരിക്കും. 101 മുതൽ 250 വരെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് മിഡ് ക്യാപ്പ് ഫണ്ടുകൾ. ഈ മിഡ് ക്യാപ്പ് ഫണ്ടുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പിനേക്കാൾ താരതമ്യേന റിസ്ക് കൂടുതലാണ്. അതുപോലെ തന്നെ ലാർജ് ക്യാപ്പിനേക്കാൾ താരതമ്യേന ലാഭമുണ്ടാവാനുള്ള, പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള ചാൻസും മിഡ് ക്യാപ്പ് കമ്പനികളിൽ അല്ലെങ്കിൽ ഫണ്ടുകളിൽ കൂടുതലാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 251 അതിന് മുകളിലോ ഉള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ എന്ന് പൊതുവെ പറയപ്പെടുന്നത്. സ്മോൾ ക്യാപ്പ് കമ്പനികളുടെ അല്ലെങ്കിൽ ഫണ്ടുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ കമ്പനികളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈലി റിസ്ക് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. എന്നാൽ റിസ്ക് പോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയും സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ മറ്റുള്ള ഫണ്ടുകളെ അപേക്ഷിച്ച് താരതമ്യേന കൂടുതലാണ്. ഇനി ഒരു വിഭാഗം ഫണ്ടുകളെ കുറിച്ച് കൂടി പറയാം. അവയാണ് സെക്ടോറിയൽ ഫണ്ട്. സെക്ടോറിയൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ വ്യക്തമാണ്. അതായത് ഏതെങ്കിലും ഒരു നിശ്ചിത സെക്ടറിൽ മാത്രമുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെക്ടറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് സെക്ടോറിയൽ ഫണ്ട്. ഉദാഹരണത്തിന് ബാങ്കിങ്, ഫാർമസ്യൂട്ടിക്കൽ പോലെയുള്ള മേഖലകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് ആ ഒരു വിഭാഗത്തിൻ്റെ സെക്ടോറിയൽ ഫണ്ട്. സെക്ടോറിയൽ ഫണ്ടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു മേഖലയ്ക്ക് സാധ്യത ഫ്യൂച്ചറിൽ ഉണ്ടെങ്കിൽ സെക്ടോറിയൽ ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് വളരെയേറെ സാധ്യതയും, ഇനി എന്തെങ്കിലും കാരണവശാൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിൽ ആ ഒരു മേഖലയിൽ എന്തെങ്കിലും തരത്തിൽ നഷ്ടസാധ്യതയോ അല്ലെങ്കിൽ ഗ്രോത്ത് ഇല്ലാത്ത ഒരവസ്ഥയോ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ റിസ്ക്കാണ്. ഇനി മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നതാണ്. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം, വ്യത്യസ്തത എന്നാണ്. വ്യത്യസ്തത എങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടാവുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു കമ്പനിയിലോ ഒരു വിഭാഗത്തിലുള്ള കമ്പനികളിലോ മാത്രമല്ല, സെക്ടോറിയൽ ഫണ്ട് ഒഴികെയുള്ള ഫണ്ടുകളാണ്, ഒരു കമ്പനിയിലോ ഒരു വിഭാഗത്തിലോ മാത്രമല്ല ഈ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കമ്പനിക്കോ ഒരു മേഖലയ്ക്കോ ഉണ്ടാകുന്ന നഷ്ടത്തിന് മറ്റുള്ള കമ്പനികളും മറ്റുള്ള മേഖലകളിലുമുള്ള ലാഭം കൊണ്ട് നമുക്ക് ക്രമീകരിക്കാനും അതുവഴി കുറച്ച് കൂടുതൽ ലാഭം കസ്റ്റമർക്ക് കൊടുക്കാനും ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡൈവേഴ്സിറ്റി കൊണ്ട് സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, മ്യൂച്വൽ ഫണ്ടിലുണ്ടാകുന്ന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നൊരു കാര്യമാണ്. അതായത് ഹോൾസെയിലറായിട്ട് സാധനം വാങ്ങുന്ന വ്യക്തിയും റീറ്റെയിലറായിട്ട് സാധനം വാങ്ങുന്ന വ്യക്തിയും തമ്മിൽ വാങ്ങുന്ന പ്രൈസിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം ഹോൾസെയിലറായി വാങ്ങുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന വില കുറഞ്ഞ രീതിയിലാണ് അവർക്ക് മാർക്കറ്റിൽ പ്രൈസ് ഉണ്ടാവുക. എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന ഓരോ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയും ഈ പറയുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചെറിയൊരു പൈസയല്ല, വളരെ ഭീമമായൊരു തുകയാണ് എന്നുള്ള കാരണം കൊണ്ട് തന്നെ അവർക്ക് മാർക്കറ്റിൽ ഈ പറയുന്ന ഹോൾസെയിലേഴ്സിന് കിട്ടുന്ന ഒരു ലാഭത്തിനെ കൂടി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം
പ്രൊഫഷണലി മാനേജ് ചെയ്ത ഫണ്ട് എന്നുള്ള ഒരു പ്രത്യേകത കൊണ്ട് തന്നെ, അതായത് നേരിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ വിദഗ്ധരായ വ്യക്തികൾ ചെയ്യുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടുകൾക്ക് നേരിട്ട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു റിസ്ക് ഇല്ല എന്ന് വേണേൽ പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തുണ്ടാവുന്ന ലാഭത്തിന് 1.25 ലക്ഷം രൂപ വരെ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന രീതിയിൽ നമുക്ക് ടാക്സ് എക്സംഷനും കൂടി മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ലഭിക്കുന്നതാണ്. ഇനി മ്യൂച്വൽ ഫണ്ടിൻ്റെ പോരായ്മ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അവിടെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതൊരു പ്രൊഫഷണലി മാനേജ് ചെയ്യുന്ന ഫണ്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മാനേജ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു ചെറിയൊരു ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ കസ്റ്റമറിൽ നിന്നാണ് കൊടുക്കേണ്ടി വരിക. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, ചിലപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ടാവാം, എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാശ് അവർക്ക് കൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ പണം നമ്മൾ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ എത്രയോ ഇരട്ടി ലാഭം ഉണ്ടാക്കി തരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ചെറിയൊരു കാശ് നമ്മുടെ കയ്യിൽ നിന്ന് അവരുടെ ചാർജായിട്ട് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം.